ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഇത് വിഷു ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള ഒരു വ്ളോഗാണ്. 6 മണിയൊക്കെ ആയിട്ടുണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ. തലേദിവസം മഴ പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു രാവിലെയാണ്. ഈ ആഴ്ചകളിലൊന്നും മഴ പെയ്തിട്ടില്ല. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ആഴ്ചകളിലൊക്കെ മഴ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആദ്യം തന്നെ കുടിവെള്ളം തിളപ്പിക്കാമേ. ഇപ്പം എത്ര തിളപ്പിച്ചാലും തികയാത്തൊരു സാധനമാണിത്. നേരത്തെ എല്ലാവരുടെയും പുറകെ നടക്കണ്ടേ വെള്ളം കുടിക്കാൻ. ഇപ്പം അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വൈകുന്നേരവും കുറച്ച് തിളപ്പിച്ചിട്ട് അത് വീണ്ടും ഞാൻ ജഗ്ഗിലേക്ക് ഒഴിച്ചു വെച്ചു ബാക്കി. എന്നിട്ട് കലം നന്നായിട്ട് കഴുകിയിട്ട് അതിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ ചിരണ്ടി വെക്കാം. കാരണം തോരനും ചാറ് കറിക്കും മാങ്ങ പുളിശ്ശേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുമൊക്കെ തേങ്ങ വേണമല്ലോ. ഇന്ന് പിന്നെ മോന് ട്യൂഷനുള്ള ദിവസമാണ്, രാവിലെ 6:45. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ വേണ്ടി അച്ഛനും മോനും കൂടെ ഇറങ്ങുകയാണ്. അപ്പോഴാണ് ആ മാങ്ങയൊന്നും ഞാൻ പിറക്കിയിട്ടില്ലായിരുന്നു. മഴ പെയ്തത് കൊണ്ട് അല്ലെങ്കിലും കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേഗം കിച്ചണിലേക്ക് വന്ന് നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ആദ്യം തോരന് വേണ്ടി ചതച്ചെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി പൊളിക്കായിരുന്നേ. തേങ്ങയുടെ കൂടെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് തോരനിലേക്ക് ചേർക്കാം. നമ്മൾ ഈ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു പയറുണ്ടല്ലോ, അതാണ് കേട്ടോ തോരൻ വെക്കുന്നത്. കയ്പുള്ളത് അമരപ്പയറെന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പോൾ ഇതാ കുടിക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരിമോദകം ഇട്ട് കൊടുക്കാം. ചിലപ്പോൾ ഇഞ്ചി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ മാറി ഇടാറുണ്ട്. കുറച്ചായിട്ട് ഇപ്പോൾ അരിമോദകം തന്നെയാണ് ഇടുന്നത്. പിന്നെ പുറകെ തന്നെ നമുക്ക് തോരനുള്ള അരപ്പും കൂടെ അരച്ചെടുക്കാം. തോരൻ അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനകത്തേ ജാറിൽ തന്നെ തേങ്ങ എടുക്കാം. പിന്നെ ഉള്ളി, വെളുത്തുള്ളി അതൊക്കെ അരച്ചെടുക്കാം. ഞാൻ പുളിശ്ശേരിയുടെ റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇഷ്ടം പോലെ എല്ലാവരും ചെയ്യുന്നതാണിപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മാവിൻ്റെ മാങ്ങയാണെങ്കിൽ നല്ല വലുപ്പമുള്ളതാണ് കേട്ടോ. അതിൻ്റെ പുളിശ്ശേരി വെക്കുമ്പോൾ ഞാൻ മുറിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ വേഗം തന്നെ തോരൻ ചെറിയ തീയുള്ള അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ മാമ്പഴം അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ചോറും കൂടെ തിളപ്പിച്ച് വെക്കാം. റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെക്കുന്നതാണ് വൈകിട്ട്. അത് രാവിലെ ഒന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് കേട്ടോ വാർക്കുന്നത്. മുമ്പേ അടുപ്പിൽ മാമ്പഴമാണ് വേവാൻ വെച്ചതെന്ന് പറഞ്ഞില്ലേ, അത് ഇന്നലത്തെ ചിക്കൻ കറിയാണ് കേട്ടോ ചൂടാകാൻ വെച്ചത്. ഇപ്പം ഞാൻ മാമ്പഴം എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് വേവാൻ വേണ്ടി വെക്കാം. ഈ മാമ്പഴം മക്കൾ മ്യൂസിക് പഠിക്കുന്ന സാറിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. നല്ല നാട്ടുമാമ്പഴം. ഈ സമയത്ത് കുറച്ച് പഴയ ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വാർക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ മാമ്പഴം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളന്ന് വയനാട്ടിൽ ട്രിപ്പ് പോയപ്പോഴേക്കും അവിടുന്ന് ഗ്രീൻ ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ വെള്ളം രാവിലെ കുടിക്കാറുണ്ട്. അപ്പോൾ അതൊന്നിരുന്ന് കുടിച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാൻ പോവാം. ഇനിയിപ്പോൾ മാമ്പഴത്തിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരയ്ക്കുന്ന ഉപ്പും തൈര് അരച്ച് ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ രണ്ടാമതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്നൊന്ന് കടുക് താളിച്ച് വയ്ക്കാം. ഇന്നിപ്പോൾ രാവിലെ ഇനി ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ആണെങ്കിൽ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇടിയപ്പോ പുട്ടൊക്കെ അല്ലേ ഓപ്ഷൻ. എന്നും പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഉള്ളിക്കറിക്ക് വേണ്ടി 2-3 സവാള അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കാം. കുറച്ച് സമയം കഴിയില്ല അതൊന്ന് തണുത്ത് കിട്ടാൻ. ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളിക്കറി റെഡിയാക്കാം. പിന്നെ ഇതാ കണ്ടില്ലേ, പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട്. കിച്ചണിൽ കുക്കിംഗ് ഒക്കെ എങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഈ പാത്രങ്ങൾ കഴുകുന്നതാണ് എന്നെ ഏറ്റവും അധികം ദേഷ്യപ്പെടുത്തുന്നത്.
കാരണം അപ്പോൾ കഴുകി വെച്ചാലും പിന്നെയും നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് അവിടെ പാത്രം കൂടിക്കൊണ്ടിരിക്കും. ആദ്യം എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ഇപ്പം നിരന്നിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം. ആ സമയത്ത് ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം ചേർക്കാം. പിന്നെ ഞാൻ തക്കാളിപ്പഴം ആദ്യം ഇടാൻ മറന്നുപോയി. അപ്പോൾ ഈ സമയത്താണ് ഇട്ടത് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. മാവിൻ്റെ ചോട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാമ്പഴം കിട്ടും കേട്ടോ. മോൻ ഓടിപ്പോയി അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വരവ് കണ്ടാൽ അവൻ കഴിക്കുന്നത് പോലെയാണ്. പക്ഷേ മോനത് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. 1-2 കഷ്ണം കൊടുത്താൽ കഴിച്ചെന്നേ ഉള്ളൂ. പക്ഷേ മോൾക്കാണ് ഏറ്റവും ഇഷ്ടം. ഈ മാമ്പഴം ഇടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് തന്നെ മോൾ ആഹാരം പോലും കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ വേഗം ഇടിയപ്പവും കൂടി ഉണ്ടാക്കാം. ഇതും കൂടെ കഴിഞ്ഞാൽ രാവിലെ ആദ്യത്തെ സെക്ഷൻ പണി കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ട്യൂഷന് പോയിരിക്കുന്നവരിങ്ങ് എത്തുവേ. മോനെയും കൊണ്ടേ അച്ഛൻ വരുള്ളൂ. അവിടെ വെയിറ്റ് ചെയ്യും. കാരണം പിന്നെയും പോകണമെങ്കിൽ കുറച്ച് ദൂരെയാണ് കേട്ടോ ട്യൂഷൻ സെൻറ്റർ. അപ്പോൾ നന്നായിട്ട് വിശന്നിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതുകൊണ്ട് വേഗം ഇതും കൂടെ റെഡിയാക്കാം. അപ്പോൾ ഇതാ മോൻ അവിടെ നിന്ന് ഭയങ്കര ഡയലോഗായിരുന്നേ. അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ചിരി വരുന്നു, കൈ എന്താ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തതാണ്. അവനൊരു രക്ഷയില്ല അത് പിടിച്ചു നോക്കിയിട്ട്. ചെയ്യാൻ കൊടുത്താലും നമുക്ക് തന്നെയാണ് പണി. ഇനി അവിടെ എല്ലാം വൃത്തിയാക്കേണ്ട ജോലി നമുക്കായിരിക്കുമല്ലോ. കളിക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവൻ അറിയാത്തതാണെന്നല്ല, അവനിത് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇനിയും 2 ട്രിപ്പ് ഇടിയപ്പം ഉണ്ടാക്കാനിരിക്കുകയായിരുന്നേ. അപ്പോൾ അവർ വന്നതുകൊണ്ട് പിന്നെ ഞാൻ ചായ വേഗം എടുക്കാമെന്ന് വെച്ചു. അപ്പോഴത്തേ മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അവളുടെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു. കാരണം മോൾക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അമ്മ എന്താ വരാഞ്ഞെന്ന് ചോദിച്ചിട്ട് പിണങ്ങിയാണ് വന്നത്. അപ്പോൾ രാവിലെ ഒരു പണി കൊടുത്തു. ഇന്ന് അച്ഛന് ഓഫീസിൽ പോകുമ്പം മാമ്പഴം കൊടുത്തു വിടാം. അപ്പോൾ മോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളവും മാമ്പഴവും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് അവിടെ ഇരുന്ന് അത് കഴുകുകയാണ്. പിന്നെ വേഗം ചോറും കൂടെ കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെക്കുകയാണ്. ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ കാര്യവും മറന്നുപോയി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. ഇന്നലെ ആണെങ്കിൽ വീട്ടിൽ ഗ്യാസ് വന്നു കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. 2 കുറ്റിയിൽ 1 തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ 1 മാസം കഴിഞ്ഞാണല്ലോ ഇപ്പം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നില്ല. പിന്നെ തലേദിവസം വൈകിട്ട് പോയി നമ്മൾ KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് രാവിലെ ചെന്നാലും ഗ്യാസ് തരാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി പോയി എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് പോയി. ഇനിയിപ്പോൾ ഞാൻ കാപ്പി കുടിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങളൊക്കെ വീണ്ടും കഴുകാനുണ്ട്. പാത്രങ്ങൾ കഴുകാനില്ല, നമ്മൾ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ രാവിലത്തെ ജോലികളിൽ 2ാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ക്ലീനിങ്. വിഷു പ്രമാണിച്ചുള്ള യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ജോലികളൊക്കെ ഒന്ന് തുടങ്ങാനായിട്ട് ഉള്ളൊരു മടുപ്പും കൂടെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചൂടും കൂടെ ആയതുകൊണ്ട് 10 മണി കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാനൊരു മടുപ്പായിരിക്കും ചൂട് കാരണം. പക്ഷേ രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ടും നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്ന് മാറാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ കിടക്കും. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ അതാ കിച്ചൺ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലെ കൗണ്ടർ ടോപ്പ് കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡിലും കൂടെ വേഗം തുടച്ച് വൃത്തിയാക്കി ഇടാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഈ സൈഡിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. മക്കൾക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് അകത്തേക്ക് കൊണ്ടുവച്ചാൽ അവരൊഴിക്കുമ്പോൾ അവിടെ എല്ലാം നനയ്ക്കുമല്ലോ. അതിന് വേണ്ടിയാണ് ഈ സൈഡിൽ വെക്കുന്നത്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുവരെ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാം. പിന്നെ ഇനിയിപ്പോൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ മക്കളിപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ട് പറയണ്ടല്ലോ, അവരുടെ സാധനങ്ങൾ എല്ലായിടത്തും കാണും എവിടെ നോക്കിയാലും. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെ പറയുമെങ്കിൽ ഇപ്പോൾ അവരെയും കൊണ്ടുവേണമല്ലോ ചെയ്യാൻ. അപ്പം ഞാൻ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓരോന്നും ചെയ്യുന്നത്. വഴക്ക് വേറൊന്നിനുമല്ല, ഇവിടെ സാധനങ്ങളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും ഓരോരോ പാത്രങ്ങളൊക്കെ എടുത്ത് കവറൊക്കെ എടുത്ത് ഇതിൽ വെക്കണം എന്നൊക്കെ പറയും. അത് ആ സമയത്ത് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഇട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മോൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളിൽ ഇടയ്ക്ക് പിക്ചർ വരച്ചിടാനൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടും. അപ്പോൾ അതിന് ചെയ്യാത്തതിനും കൂടെ വഴക്ക് പറഞ്ഞു. അതിങ്ങനെ TV ഓഫ് ചെയ്തിട്ട് ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരച്ച് കൊടുത്തു. എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല. അറിയുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവനെ വരയ്ക്കാനിരുത്തി. പിന്നെ ഇതാ മാമ്പഴം ചെത്തി കൊടുക്കുന്നുണ്ട് മോക്ക്. ഇവിടെ മോക്കാണ് ഏറ്റവും ഇഷ്ടം മാമ്പഴം. ബാക്കി 2 പേർക്കും അത്ര വലിയ കോളില്ല.
പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്നിട്ടാണ് ടി വി കാണുന്നത്. പിന്നെ അവിടെ വന്ന് ടി വി കാണാനിരുന്നു കേട്ടോ. അവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടിട്ടുണ്ട്, പാവകളും പിന്നെ ചെയർ, ഇതെല്ലാം കളിക്കുക, ടി വി കാണുക. ടി വി കണ്ടില്ലെങ്കിലും കളിക്കുന്നതിൻ്റെ ഇടയ്ക്കും അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് പോയിട്ടോ അവരുടെ ബുക്കുകളും കളർ ബുക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ എടുത്ത് മാറ്റുന്നൊക്കെ ഉണ്ട്, അടുക്കി വെക്കുന്നൊക്കെ ഉണ്ട്. ഇത്തവണ മലപ്പുറത്തിന് പോയത് കാറിനായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ട്രെയിനിനാണ് പോവാറ്. അപ്പോൾ ചെറിയ മക്കളും കൂടെ ഉള്ളതുകൊണ്ടാണ് കാറിന് പോവാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നിർത്തി ഒന്ന് ഫ്രഷ് ആവാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പോയത്. പക്ഷെ പോയ ദിവസം തൃശ്ശൂരൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കിടന്ന് നമ്മൾ മടുത്തു എന്ന് പറയാം. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് രാത്രി 11:30 12 അവിടെ എത്തിയപ്പോൾ ഫുൾ ഡേ തന്നെ നമുക്ക് പോയി കിട്ടി. പിന്നെ തിരിച്ച് വന്ന ദിവസമാണെങ്കിലും പിന്നെ അത്രയും ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. എങ്കിലും ഈ യാത്രാക്ഷീണമെന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് നമുക്ക് ഈ ജോലിയൊക്കെ ചെയ്ത ട്രാക്കിലേക്ക് എത്താൻ കുറച്ചൊരു ടൈം എടുക്കുകയാണ്. അപ്പോഴീ കൊണ്ടുവന്ന തുണികളും കൊണ്ടുപോയതും ഒക്കെ മടക്കി വെക്കാനും എടുത്ത് വെക്കാനും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോഴേ ഈ സിറ്റ് ഔട്ട് എന്നും തുടച്ചില്ലെങ്കിൽ ഭയങ്കര പൊടിയാണല്ലോ. അതുമല്ല ഇപ്പോൾ ഇടയ്ക്ക് മഴയും കൂടെ പെയ്തതുകൊണ്ട് മക്കൾ ചെളിയൊക്കെ ചവിട്ടി കയറ്റുകയും ചെയ്തു. അപ്പോൾ സിറ്റ് ഔട്ട് മാത്രം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. റൂമൊന്നും അങ്ങനെ തുടയ്ക്കുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു കുഞ്ഞി പട്ടിയുണ്ട് കേട്ടോ, ഡോറ. എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവൾ ചാടി വരാതിരിക്കാൻ വേണ്ടി വല കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ കുറേ തുണികളുണ്ട് കേട്ടോ കഴുകാൻ. അത് കഴുകാൻ വേണ്ടി ഞാൻ തുണിയൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാ കാക്ക വന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു, അത് കുടിച്ചിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ പക്ഷികൾ വരും. മിക്കവാറും കാണുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം സ്ഥിരമായിട്ട് വരുന്നത് ഈ ഒരു കാക്കയാണ്. പക്ഷികളൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. മോൻ അപ്പോഴേക്കും ഒരു വിധത്തിലൊരു പിക്ചർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടണം. അതിനുവേണ്ടി ഞാൻ അകത്തേക്ക് കയറി വന്നതാണ്. ഇനിയിപ്പോൾ കുറച്ച് തുണികളും കൂടെ കഴുകാനുണ്ട്. ഇന്നലെ ഞാൻ തുണി കഴുകിയതാണ്, എങ്കിലും ഷർട്ടുകളും മക്കളുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ട് കഴുകാൻ. പിന്നെ ഏറ്റവും വലിയ പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ കിണറ്റിലിപ്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് തുണിയൊന്നും ഇല്ലെങ്കിൽ അല്ലാതെ അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ യാത്രയൊക്കെ പോയിട്ട് വന്നപ്പോൾ കുറേ തുണികളുണ്ടെന്ന്. അപ്പോൾ ഇന്നലെ എന്തായാലും ഞാൻ മെഷീനിലിട്ടു. ഇന്നിനി അതിൻ്റെ ബാക്കി തുണികൾ ഇരിക്കുന്നത് അങ്ങ് കഴുകിയിട്ടേക്കാം, ഷർട്ടൊക്കെ ജീൻസും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ആദ്യമേ തന്നെ പറയേണ്ടതാണ്, പറയാൻ മറന്നുപോയതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. മോക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുത്തു. ഇനി ഇത് അവളുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് രാവിലെ തന്നെ ചീ കെട്ടിയാലും അത് വീണ്ടും അവിടെ ഇവിടെയൊക്കെ കിടന്നും ഇരുന്നും ഒക്കെ ഉഴപ്പിക്കളയും. ഈ ഹാഫ് ഡേ വ്ളോഗ് എന്ന് പറയുന്നത് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതൊരു 10 മിനിറ്റത്തേക്ക് ആക്കാൻ വേണ്ടി കുറേ പരിശ്രമിച്ചിട്ടാണ് ഇത്രയും ഷോർട്ടാക്കി ഇടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാവേ.